നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പിനുള്ള അർജന്റീനയുടെ 26 അംഗ സ്ക്വാഡ് പ്രഖ്യാപിച്ചല്ലോ. ഇനി ഈ സ്ക്വാഡിൽ നിന്ന് അവരുടെ സ്റ്റാർട്ടിംഗ് 11 എങ്ങനെയായിരിക്കും നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. വേൾഡ് കപ്പിൽ അർജന്റീനയുടെ ആദ്യ മത്സരം ജൂൺ 16-നാണ്. ഇന്ത്യൻ സമയം പറഞ്ഞാൽ ജൂൺ 17-ന് പുലർച്ചെ 6:30 AM-നാണ് അർജന്റീനയും അൾജീരിയയും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. അതിനു മുമ്പ് അർജന്റീന 2 ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കുന്നുണ്ട്. ജൂൺ 7-ന് പുലർച്ചെ ഇന്ത്യൻ സമയം 5:30-ന് ഹോണ്ടുറാസുമായിട്ടാണ് ആദ്യ കളി. രണ്ടാമത്തെ കളി ജൂൺ 10-ന് ഐസ്ലൻഡുമായിട്ടാണ്. അപ്പോൾ ഈ മത്സരങ്ങളോടുകൂടി സ്റ്റാർട്ടിംഗ് 11 എങ്ങനെയാകുമെന്നതിൽ കൂടുതലൊരു വ്യക്തത വരും. പക്ഷേ ഇപ്പോൾ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ കുറേ കാലമായിട്ട് അർജൻറ്റീനയുടെ ദേശീയ ടീമിൻ്റെ കോർ എന്നുള്ളത് വളരെ ക്ലിയറാണ്. അത് വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കും പ്ലേയിങ് 11 കോച്ച് തീരുമാനിക്കുക. ഇപ്പോൾ 2022 വേൾഡ് കപ്പിൽ ഖത്തറിൽ കോച്ച് നേരത്തെ ഒരു പ്ലേയിങ് 11 തീരുമാനിക്കാതെ എങ്ങനെയാണ് ട്രെയിനിങ്ങിലെ പെർഫോമൻസ് അത് വെച്ചാണ്, ആ ലെവൽ വെച്ചാണ് പ്ലേയിങ് 11 തീരുമാനിച്ചുകൊണ്ടിരുന്നത്. അത് തന്നെയായിരിക്കും ഇവിടെയും അദ്ദേഹം അപ്ലൈ ചെയ്യാൻ പോവുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പ്ലേയിങ് 11 2 ഫ്രണ്ട്ലി മത്സരങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ടീമിൻ്റെ കോർ സെയിം ആണെന്ന കാര്യം മറക്കേണ്ടതില്ല. അപ്പോൾ അൾജീരിയക്കെതിരെ അർജൻറ്റീന ഇറങ്ങാൻ സാധ്യതയുള്ള 11 നമ്മൾ പരിശോധിക്കുന്നത്. ഗോൾ കീപ്പറായിട്ട് എമി മാർട്ടിനസ് തന്നെയായിരിക്കും, ഒരു സംശയവും വേണ്ട. അദ്ദേഹം അത്രയധികം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരാളാണല്ലോ അവരുടെ ദേശീയ ടീമിൻ്റെ വിജയങ്ങളിൽ. പിന്നെ ഡിഫൻസിലേക്ക് വരുമ്പോൾ നാഹുൽ മൊളീന 27-കാരനായിട്ടുള്ള താരം തീർച്ചയായിട്ടും സ്ക്വാഡിലുണ്ടാകും. അദ്ദേഹം സ്റ്റാർട്ടിംഗ് 11-ലും സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടും ഒക്കെയാണ് ക്ലബ് ഫുട്ബോളിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇവിടെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ്. ക്യൂട്ടി റൊബേറോ ആയിരിക്കും സെൻറ്റർ ബാക്കിൻ്റെ റോളിലുള്ള ഒരാൾ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പരിക്കിൻ്റെ പ്രശ്നങ്ങളാണ് സീസണിൻ്റെ അവസാനത്തിൽ ഉണ്ടായിരുന്നത്. എന്നാലും പൂർണ്ണ ഫിറ്റായിട്ട് അദ്ദേഹം വേൾഡ് കപ്പിനുണ്ടാകും. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിക്കോളാസ് ഒട്ടാമെൻറ്റി ലിച്ചയായിരിക്കുമോ സ്റ്റാർട്ട് ചെയ്യുക എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ എക്സ്പീരിയൻസും മറ്റു കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് നിക്കോളാസ് ഓട്ടാമെൻറ്റി സ്റ്റാർട്ട് ചെയ്യാനാണ് സാധ്യത എന്നാണ് TYC സ്പോർട്സിൻ്റെ വിലയിരുത്തൽ. പിന്നെ ലെഫ്റ്റ് ബാക്കായിട്ട് നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ. സോ സ്വാഭാവികമാണ്, കുറേ കാലമായിട്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നയാളാണ്. അദ്ദേഹത്തെ തന്നെ കോച്ച് വീണ്ടും വിളിക്കുന്നു. ദെൻ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് വെല്ലുവിളിയാവാൻ സാധ്യത വാലന്റൈൻ ബാർക്കോയാണ്. ഏതായാലും നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ തന്നെ സ്റ്റാർട്ട് ചെയ്യാനാണ് സാധ്യത. മധ്യനിരയിലേക്ക് വരുമ്പോൾ റോഡ്രിഗോ ഡി പോൾ. ഇന്റർ മയാമിയിലാണ് ഇപ്പോൾ ആൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അർജന്റീനയുടെ മധ്യനിരയുടെ സ്ഥിരം സാന്നിധ്യമാണ്, അദ്ദേഹം അവിടെ ഉണ്ടാകും. ഒപ്പം തന്നെ ലിയാൻഡ്രോ പരേഡസ് ഈ വേൾഡ് കപ്പ് സ്ക്വാഡിലും പ്രധാനപ്പെട്ട റോള് വഹിക്കാൻ എത്തുന്നുണ്ട്. യൂറോപ്പിലെ കളിയൊക്കെ മതിയാക്കിയിട്ടുണ്ടെങ്കിലും അർജൻറ്റീനയിൽ അദ്ദേഹത്തിന് വലിയ സ്ഥാനമാണ്. ദെൻ എൻസോ ഫെർണാണ്ടസ്, ചെൽസിയുടെ സൂപ്പർ താരം. അദ്ദേഹം ഒരു പക്ഷേ ഈ സീസണിൽ ചെൽസി വിട്ടേക്കുമെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും അർജൻറ്റീന ദേശീയ ടീമിൽ മധ്യനിരയിൽ സുപ്രധാന റോൾ അദ്ദേഹം വഹിക്കും. അപ്പം ഈ 3 പേരാണ് നമ്മൾ മധ്യനിരയിൽ പ്രതീക്ഷിക്കുന്നത്. റോഡ്രിഗോ ഡി പോൾ, ലിയാൻഡ്രോ പരേഡസ്, എൻസോ ഫെർണാണ്ടസ്. മുന്നേറ്റത്തിൽ ലയണൽ മെസ്സി. അത് പിന്നെ ഞാൻ വിശദീകരിക്കണ്ടല്ലോ. മെസ്സി ഇല്ലാതെ എന്ത് അർജൻറ്റീന എന്ന് ചോദിക്കുന്നവർ വരെയുണ്ട്. സോ പരിക്കിൻ്റെ പ്രശ്നങ്ങളില്ലെങ്കിൽ മെസ്സി സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം ഉറപ്പാണ്. അദ്ദേഹത്തോടൊപ്പം ഹൂലിയൻ അൽവാരസ്, ഗോളടിക്കാൻ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ സൂപ്പർ താരം ഹൂലിയൻ അൽവാരസ് ആയിരിക്കും. ഒപ്പം തിയാഗോ അൽമെയ്ഡ. അത്രയധികം അവസരങ്ങൾ സിമിയോണി കൊടുക്കാറുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. എന്നാൽ പോലും തിയാഗോ അൽമെയ്ഡ സ്റ്റാർട്ട് ചെയ്യുമെന്ന കാര്യമാണിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. നിക്കോ ഗോൺസാലസ് അടക്കമുള്ളവർ ആ ഒരു പോസ്റ്റിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ തിയാഗോ അൽമെയ്ഡ തന്നെ ആ ഒരു പോസ്റ്റിലുണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ലൗട്രോ ഒരുപക്ഷെ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വരാനാണ് സാധ്യത. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അർജൻറ്റീനയുടെ സ്റ്റാർട്ടിംഗ് 11. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.